ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഗ്രാമീൺ ബാങ്ക് നൽകിയത് 16 കോടി രൂപയുടെ വായ്പ. 2000-ഓളം പേർക്ക് വായ്പ ലഭിച്ചതിൽ 36 പേരെ തിരിച്ചറിഞ്ഞു. ബിപിൻ സി വിജയൻ ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ ബിപിൻ, വിവരങ്ങൾ. SKN ഈ ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ഏറ്റവും വലിയ ബാങ്കായിരുന്നു കേരള ഗ്രാമീൺ ബാങ്ക്. ഇവിടെ ഇപ്പോൾ 16 കോടിയുടെ വായ്പ നൽകിയിരിക്കുന്നു എന്നുള്ള കണക്കാണ് പുറത്തു വരുന്നത്. ഈ 16 കോടി രൂപ നൽകിയിരിക്കുന്നത് ഏകദേശം 2000-ഓളം വരുന്ന ആളുകൾക്കാണ്. കൃത്യമായ കണക്ക് 1843 വായ്പ എടുത്തവരാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഇവരുടെ ഗ്രാമീൺ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സായി 5000-ഓളം പേർ ഈ 3 വാർഡുകളിലായി മാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ മരിച്ച 36 പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ആളുകൾ, അവരുടെ കാണാതായ ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അവരുടെ ലിസ്റ്റ് ശേഖരിക്കുന്ന നടപടികളിലേക്കാണ് ബാങ്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇന്നലെ ബാങ്കേഴ്സ് തല സംസ്ഥാന സമിതി നടന്നിരുന്നു. ഇതിൽ തന്നെ ഈ കണക്കുകൾ അവതരിപ്പിക്കുകയും ഒപ്പം തന്നെ അവിടെ മരിച്ചവരുടെ ബാങ്ക് വായ്പ ഉൾപ്പെടെ അവിടുന്ന് തള്ളിക്കളയണമെന്നുള്ളൊരു ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള നടപടിയുടെ ആദ്യ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കണക്കുകൾ ശേഖരിക്കുന്നത്. ഈ കാണാതായവരുടെ ലിസ്റ്റ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ 36 എന്നുള്ളത് ഇനിയും നീളും. ഇത്രയും വായ്പകൾ എഴുതിത്തള്ളുന്ന അടക്കമുള്ള നടപടികളിലേക്കായിരിക്കും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ആദ്യ ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് അറിയുന്നത്. ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെ 3 വാർഡുകളിലെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ 16 കോടി ഏകദേശം ഈ 3 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നൽകിയിരിക്കുന്ന തുകയാണ്. കാരണം അവിടെ തേയിലത്തോട്ടത്തിലും പാടി ഉൾപ്പെടെയുള്ളതാണ്, സാധാരണ ജനങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ആശ്രയമായിരുന്ന ബാങ്കാണ്. ബാങ്ക് ഇന്നലെ ഈ അടിയന്തര ധനസഹായത്തിൽ നിന്ന് EMI പിടിച്ചത് വിവാദമായിരുന്നു. വലിയ രീതിയിലുള്ള യുവജന സംഘടനകളുടെ പ്രതിഷേധം കൽപ്പറ്റയിൽ നടക്കുകയും ചെയ്തു. അതൊരു സാങ്കേതിക പിഴവാണ് എന്നുള്ളതും പണം ബുധനാഴ്ചയ്ക്കുള്ളിൽ അങ്ങനെ പിടിച്ച എല്ലാ പണവും തിരിച്ചു നൽകുമെന്നുള്ളതാണ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇന്നലത്തെ യോഗത്തിന് ശേഷമുള്ള നടപടികൾ വേഗത്തിലാവുകയും അതിൻ്റെ കണക്കുകളുടെ ശേഖരണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബിപിൻ സി വിജയൻ.